ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ചെറിയ ടിപ്സുകൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കൊരു ദിവസത്തെ ഫുഡുകൾ ഈസിയും ടേസ്റ്റിയുമായി റെഡിയാക്കി എടുക്കാം. ഇതേപോലെ ഫുഡ് റെഡിയാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം. പിന്നെ വീഡിയോസ് ഇഷ്ടമായ ട്രൈ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം എല്ലാവർക്കും എപ്പോഴും തിരക്കായിരിക്കും. ഇത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഇതിനു വേണ്ടി 2 കപ്പ് പച്ചരി കുതിർത്ത് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ കൂടി ചേർത്തെടുക്കാം. ഇത് വളരെ ടേസ്റ്റിയും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ദോശ റെസിപ്പിയാണ്. പിന്നീട് ഇതിലേക്ക് ഒരു മുട്ടയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കുക. മോർണിംഗിൽ ഇതുപോലത്തെ എളുപ്പവും ടേസ്റ്റിയുമായ ഫുഡുകൾ റെഡിയാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ 1/4 കപ്പ് തേങ്ങയും അതുപോലെ മുട്ടയും ഒക്കെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ അരി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്ക് ഓരോ ദോശകളായിട്ട് ചുട്ടെടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് മുട്ടയും തേങ്ങയും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. ഓരോ ദോശകളായിട്ട് എളുപ്പത്തിൽ വേഗം തന്നെ ചുട്ടെടുക്കുന്ന ടൈമിൽ തന്നെ ഇതിലേക്കുള്ള കറി നമുക്ക് വേഗം തന്നെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതുപോലൊരു വെറൈറ്റി ദോശയാകുമ്പോൾ വ്യത്യസ്തവും നല്ല ടേസ്റ്റുമായിരിക്കും. അപ്പോൾ ദോശ റെസിപ്പി ആകുമ്പോഴേക്കും തന്നെ നമുക്കിതിന് വേണ്ട കറി വേഗം തന്നെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിക്ക് ഞാനിവിടെ ആവോലി മീനാണ് റെഡിയാക്കി എടുത്തു വെച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു നല്ല ഫിഷ് കറി ആകുമ്പോൾ നമുക്ക് ഉച്ചക്കേക്കും കൂടി എടുത്തു വെക്കാം. ഇതിലേക്ക് വേണ്ട തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാ മസാലകളും എടുത്തു വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ അല്പം ഫിഷ് മസാല, അതുപോലെ തന്നെ അല്പം കുരുമുളക് പൊടി ചേർത്താണ് ഇവിടെ ഫിഷ് കറി റെഡിയാക്കി എടുക്കൽ. ഓരോ തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ ഇതുപോലെ ഒരു ഫിഷ് കറി രാവിലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുത്തു വെച്ചാൽ പിന്നീട് ഉച്ചക്കത്തേക്ക് നമുക്ക് വേറെ 2 കറികൾ മാത്രമേ ആക്കിയെടുക്കേണ്ടതുള്ളൂ. അങ്ങനെ ഇത് ആവശ്യമായ ചേരുവകളൊക്കെ വഴറ്റിയെടുത്തതിന് ശേഷം വേഗം തന്നെ നമുക്ക് കറി റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഫിഷ് കറിയിലേക്ക് കൂടുതലായിട്ട് കറിവേപ്പില ചേർത്തെടുത്താൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇത് ഫിഷ് കറി തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ട തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കൂടി ചേർത്താണ് ഇതിലേക്ക് തേങ്ങ അരച്ചെടുത്തിട്ടുള്ളത്. ഒരു ദിവസത്തിൽ മോർണിംഗിൽ ഇതുപോലെ എളുപ്പത്തിലുള്ളൊരു ഫിഷ് കറിയും അതുപോലെ തന്നെ ഇതുപോലൊരു വെറൈറ്റി ദോശയും ഒക്കെ ആക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് ടൈം ലാഭിക്കാം. അങ്ങനെ ഇതാ വ്യത്യസ്തവും രുചികരമായ ദോശയും ഫിഷ് കറിയും വേഗം തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഉച്ചക്കത്തേക്ക് ബീഫ് ചേർത്ത മത്തങ്ങയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അതുപോലെ തന്നെ മുരിങ്ങക്കോലും പരിപ്പും ഒക്കെ റെഡിയാക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ തണുപ്പത്തെ കുട്ടികൾക്ക് ഇതുപോലത്തെ റെസിപ്പികളൊക്കെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാനിതൊരു പൂക്ക് റെസിപ്പിയാക്കാമെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ മത്തങ്ങ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായ ബീഫ് അല്പം മാത്രമേ ആവശ്യമുള്ളൂ. ഇതിൻ്റെ വേവ് അധികമായതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ച് വേവിച്ചെടുക്കുന്നതാണ്. മുരിങ്ങക്കോല് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ടതിന് ശേഷം നല്ല ഭംഗിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ബീഫിലേക്ക് അല്പം കുരുമുളക് പൊടിയും ഉപ്പും കൂടിയിട്ടാണ് ആദ്യം തന്നെ വേവിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ മുരിങ്ങ വേറെ തന്നെ വേവിച്ചെടുക്കുന്നുണ്ട്. ഈ കറികളെല്ലാം തന്നെ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതുമാണ്. കുമ്പളങ്ങയിലേക്ക് എല്ലോട് കൂടിയ ബീഫാണ് ചേർത്ത് കൊടുക്കാൻ നല്ലത്. ഇതിവിടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അല്പം മാത്രമേ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇതിലേക്ക് എല്ലോട് കൂടിയ ബീഫും അതിൻ്റെ ഗ്രേവിയും ഒക്കെ ആഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അല്പം മാത്രമേ വെള്ളം ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഈ കുമ്പളങ്ങ നമ്മൾ ആദ്യം തന്നെ ബീഫ് വേവിക്കുന്നതിലും ചേർക്കുന്നവരുണ്ട്. അതാകുമ്പോൾ ബീഫ് ഒരു 6 വിസിലിനെടുത്തതിന് ശേഷം പിന്നീട് അതിലേക്ക് കുമ്പളങ്ങ ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെ ഇതാ മുരിങ്ങക്കോല് വേവിച്ചതിന് ശേഷം പരിപ്പും തക്കാളിയും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭക്ഷണ രീതിയാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കുകയും ചെയ്യാം. എല്ലാം തന്നെ ടേസ്റ്റി ഫുഡുമാണ്. ഇനി നമ്മുടെ കുമ്പളങ്ങ ബീഫിലേക്ക് തേങ്ങ അരച്ചത് കൂടി ചേർക്കാനുണ്ട്. അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ കുമ്പളങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ എടുത്തു വെച്ച ബീഫ് കൂടി ചേർത്ത് ഇളക്കിയെടുക്കുക. എല്ലോട് കൂടിയ കഷ്ണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രേവിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്താണ് മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നീട് അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തരച്ച തേങ്ങ കൂടി ചേർത്ത് ഇളക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ കിടിലൻ ടേസ്റ്റുള്ള ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകും കറിവേപ്പിലയും കൂടി കാച്ചിയിട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ പച്ചമുളകും കുരുമുളകും ഒക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അങ്ങനെ ഇത് ഉച്ചക്കത്തെ ഫുഡും കറികളും ഒക്കെ ഈസി ആയിട്ടാണ് റെഡിയാക്കിയിരിക്കുന്നത്. കുമ്പളങ്ങയും ബീഫും ചേർന്ന റെസിപ്പി അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും.
അങ്ങനെ ഇത് 2 കറികളും അതുപോലെ തന്നെ ഒരു ചെറിയ വറവും ഒക്കെയായി വേഗം തന്നെയാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ഇതുപോലെ ഈസിയും ടേസ്റ്റിയുമായ ഫുഡുകൾ റെഡിയാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം ലാഭമാണ്. ഇനിയിപ്പോൾ രാത്രിത്തേക്ക് നമുക്ക് എന്തെങ്കിലും ചെമ്മീൻ ബിരിയാണി മാത്രമേ ആക്കേണ്ടതുള്ളൂ. ബീഫ് ഓൾറെഡി നമ്മൾ വേവിച്ചതുകൊണ്ട് അതിപ്പം വിരട്ടിയെടുക്കുകയേ വേണ്ടൂ. അങ്ങനെ ഇത് രാത്രിത്തേക്കുള്ള ഫുഡ് ചെമ്മീൻ ബിരിയാണി റെഡിയാക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് ചെമ്മീൻ ബിരിയാണിക്ക് വേണ്ട മസാലകൾ റെഡിയാക്കുകയാണ്. 3 തക്കാളി, 3 ഉള്ളി, അങ്ങനെ വളരെ ചെറിയ രീതിയിലാണ് ഇവിടെ ചെമ്മീൻ്റെ മസാല റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ തന്നെ ക്യാപ്സിക്കം, അങ്ങനെയുള്ള മസാലകളൊക്കെ ചേർത്ത് വേഗം റെഡിയാക്കുകയാണ്. ഈ ഒരു രീതിയിൽ ബീഫ് റെഡിയാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പവുമാണ്. കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഇറച്ചി മസാലയും കൂടി ചേർക്കാൻ മറക്കരുത്. പിന്നീട് ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫും അല്പം ഗ്രേവിയും മാത്രം ചേർത്താണ് ഇതിൻ്റെ വെള്ളമൊക്കെ ആറിയതിന് ശേഷം വിരട്ടിയെടുക്കുന്നത്. ബീഫ് നമ്മൾ ആദ്യമേ ഓൾറെഡി വേവിച്ചത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കുറുകി വരികയേ വേണ്ടൂ. നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. പിന്നീട് ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്തിളക്കി വിളമ്പിയെടുക്കാം. ഇനിയിപ്പോൾ ചെമ്മീൻ ബിരിയാണിയുടെ മസാല കൂടി എളുപ്പത്തിൽ റെഡിയാക്കിയെടുക്കാം. ഇതെല്ലാം കൂടി തന്നെ ഒരേ ചേരുവകളായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാം. ബിരിയാണിക്ക് വേണ്ട ചോറ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ബീഫിന് വേണ്ടിക്കല് മസാല റെഡിയാക്കുന്നത് പോലെ തന്നെ കുറച്ചധികമായിട്ട് കട്ട് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെയാണ്. ചെമ്മീനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പൊരിച്ച് വെച്ച ചെമ്മീനാണ് പിന്നീട് മസാലയിലേക്ക് ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഈസിയായ ഓരോ റെസിപ്പികൾ ഈ ചുരുങ്ങിയ ടൈമിനുള്ളിൽ നമ്മൾ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെയേറെ സഹായകമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ട്രൈ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഇതുപോലെ വെറൈറ്റി വീഡിയോകളുമായി വീണ്ടും കാണാം.